അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് നേഗ ജോർജ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. 2024 ഏപ്രിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതും എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ എടുത്തത്, അമ്മയുടെ നിർബന്ധപ്രകാരമാണ്. ഞാൻ CMA പഠിക്കുന്ന വ്യക്തിയാണ്. CMA ഇൻ്റർമീഡിയറ്റ് ഗ്രൂപ്പ് 2 കുറേ വട്ടം ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ പാസ്സാവുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ പോവും, അല്ലെങ്കിൽ എനിക്ക് അഗ്രിഗേറ്റ് മുട്ടില്ല, അങ്ങനെയായിരുന്നു. അങ്ങനെ അമ്മ പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ സ്ഥിരമായി പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നൊക്കെയുള്ള വ്യക്തിയാണ്. എനിക്കിവിടുത്തെ ഉടമ്പടി നിബന്ധനകൾ എല്ലാം പാലിക്കാൻ എനിക്ക് സാധിച്ചില്ല. പത്രം കൊടുക്കുവാനും അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാനൊക്കെ ഞാൻ ഭയങ്കര അധികം ഉഴപ്പിയിട്ടുണ്ട്. എനിക്കതൊക്കെ എന്തൊരു ചെമ്മൽ പോലെയാണ് ആദ്യം ഫീൽ ചെയ്തിട്ട് ഞാൻ ചെയ്യുമായിരുന്നില്ല. ആദ്യവട്ടം പത്രം കൊടുത്ത സമയത്ത് ഇവരുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ പത്രം കൊടുത്തത്. അങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അല്ലാണ്ട് കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. ആ അറ്റംപ്റ്റ് ഞാൻ വീണ്ടും ഫെയിലായിപ്പോയി, ചെറിയൊരു മാർക്കിനെ. പിന്നെ ഞാൻ വീണ്ടും വന്ന് ഇവിടെ ഉടമ്പടി പുതുക്കുകയോ പ്രാർത്ഥിക്കായിരുന്നല്ലാണ്ട് ഉടമ്പടി പുതുക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ അമ്മ ഞാൻ 2025 ജൂണിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നുകൂടി പോയി പുതുക്ക്, ഈ പ്രാവശ്യം നിനക്ക് എന്തായാലും പാസ്സാവാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, എന്നെ നിർബന്ധിക്കേണ്ട, എനിക്കായിട്ട് തോന്നിയിട്ട് മാത്രമേ ഞാൻ ഉടമ്പടി പുതുക്കുള്ളൂ എന്ന്. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എന്താ ചെയ്യേണ്ടേ, എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും എനിക്ക് പാസ്സാവണം. ഞാൻ ഇത്ര അറ്റംപ്റ്റായി, 4-5 അറ്റംപ്റ്റായി, എനിക്ക് എന്തായാലും പാസ്സാവണമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്ക് തന്നെ ഉള്ളിൽ തോന്നി, ഈ പ്രാവശ്യം ഉടമ്പടി പുതുക്കണം, എനിക്ക് ഉടമ്പടി ജീവിതത്തിൽ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാൻ സാധിച്ചില്ല, എനിക്ക് പ്രാവശ്യം ഉടമ്പടിയിൽ ജീവിക്കണം എന്ന് എനിക്കൊരു ബോധ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് കൃപാസനത്തിൽ പോവാം, ഉടമ്പടി പുതുക്കാം, ഉടമ്പടിയിൽ ജീവിക്കണമെന്ന്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞുള്ളൂ, എനിക്ക് ഉടമ്പടിയിൽ എനിക്ക് ഉഴപ്പാണ്ട് ജീവിക്കാൻ സാധിക്കണം, ഒരു ചമ്മലും ഇതില്ലാണ്ട് എനിക്ക് കാരുണ്യപ്രവൃത്തികളും പത്രം കൊടുക്കാനൊക്കെ സാധിക്കണം എന്ന് മാത്രമേ ഞാൻ അവിടെ നിന്ന് പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ എനിക്ക് സാക്ഷ്യം പറയണം, എൻ്റെ ഇവിടുത്തെ സാക്ഷിയായിട്ട് അമ്മയുടെ സാക്ഷിയായി ഉയർത്തണമെന്നും കൂടി ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. പിന്നെ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തു. എക്സാമിന് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഈശോ എന്നെ എപ്പോഴും എൻ്റെ വഴി നടത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു യാതൊരു ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കേണ്ട ഇടയിൽ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, നടന്നു പോകുന്ന സമയത്ത് അമ്മയുടെ അടുത്തൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് സംസാരിച്ചിട്ടാണ് ഞാൻ പോകരുന്നത്. ആ സമയത്ത് എനിക്ക് സുഗന്ധാഭിഷേകമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എനിക്ക് എന്തെങ്കിലും അടയാളം ലഭിക്കണം. ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അടയാളങ്ങളൊക്കെ ഞാൻ കിട്ടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അടയാളം ലഭിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എക്സാമായി. എക്സാമിൻ്റെ ഫസ്റ്റ് എക്സാം എനിക്ക് ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് എക്സാമിന് പോകുന്ന സമയത്ത് എൻ്റെ എക്സാമിനറായിട്ട് വന്ന മേഡത്തിൻ്റെ ഒരു മുസ്ലിമായിരുന്നു. ആളുടെ തട്ടം നമ്മുടെ അമ്മ മാതാവിൻ്റെ ആഷ് കളർ തന്നെയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അമ്മ എൻ്റെ കൂടെയുണ്ട്, ഞാൻ എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും പാസ്സാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് എക്സാമിന് നന്നായി അറ്റൻഡ് ചെയ്തു. സെക്കൻഡ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് അടയാളമൊന്നും ലഭിക്കാത്തപ്പോൾ എനിക്ക് കുറച്ചൊരു സങ്കടം തോന്നി. പക്ഷേ ബുദ്ധിമുട്ടില്ലാണ്ട് എനിക്ക് ആ ഒരു ഉറപ്പോട് കൂടി തന്നെ ഞാൻ എക്സാം എഴുതി. മൂന്നാമത്തെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഇന്നെങ്കിലും ഒരു അടയാളം എനിക്ക് തരണമെന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ എൻ്റെ എക്സാമിനറിൻ്റെ ഡ്രസ്സ് ബ്ലൂ കളറായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അമ്മ ഈ അറ്റംപ്റ്റ് എന്തായാലും ഞാൻ കയറും, അമ്മ എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ഞാൻ ഓരോ എക്സാം കഴിയുന്ന സമയത്ത് ആൻസർ ഷീറ്റിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയും അതുപോലെ തന്നെ കുരിശ് വരച്ച് ഉപ്പ് കൊണ്ടുപോകാറുണ്ട് എക്സാമിന്. ഉപ്പ് വെതറിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് ഉറപ്പായിരുന്നു എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും കയറാൻ പറ്റും, എനിക്ക് എക്സാം പാസ്സാവുന്നതിലുപരി എനിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നുള്ളൊരു ഉറപ്പ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു. നല്ല മാർക്കോട് കൂടിയിട്ട് എനിക്ക് 3 എക്സിബിഷനോട് കൂടി തന്നെ എനിക്ക് ഇൻ്റർമീഡിയറ്റ് ഗ്രൂപ്പ് 2 പാസ്സാക്കാൻ പറ്റി. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് നിയോഗം എന്ന് പറയണത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു. അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് ഒരാളുടെ അടുത്ത് ക്ഷമിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ കൊല്ലങ്ങളായി ഞാൻ പറയാൻ പേരെടുത്ത് അമ്മ ക്ഷമിക്ക് പോട്ടെ, അവർ പറയണതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. പക്ഷെ അമ്മയ്ക്ക് ഉള്ളിൽ ഭയങ്കര മുറിവേറ്റത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാനൊരു ദിവസം കേൾക്കണത് അമ്മ ആളുടെ അടുത്ത് വിളിച്ചിട്ട് സോറിയൊക്കെ പറഞ്ഞു എന്നാണ്. ഇപ്പം അമ്മയ്ക്ക് ആളുടെ അടുത്ത് ഒരു ദേഷ്യം ഒരു പരിഭവം ഒന്നുമില്ല, ആള് പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നിയോഗം വെച്ചത് എൻ്റെ 2 ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. അതിലൊരു ഫ്രണ്ടിനെ എബ്രോഡാണ്, ആൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. പുറത്ത് നമുക്കറിയാം ജോലി ലഭിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 2 ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു, അവരുടെ നിയോഗങ്ങൾ സാധിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തിരുന്നത് ഞാൻ പത്രം മടുപ്പോടുകൂടി
ആ ആദ്യത്തെ ഉടമ്പടിയിലെ മടുപ്പൊക്കെ മാറ്റി ഭയങ്കര വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ചെയ്തിരുന്നത് പൊതിച്ചോറ്, പള്ളികളിലേക്ക് പോകുമ്പോൾ പൊതിച്ചോറ് കൊടുക്കായിരുന്നു രോഗികൾക്ക്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വയ്യാതെ കിടക്കുന്ന അമ്മമാരുടെ ഒരു ഭവനുണ്ട്, അവിടെ പോയിട്ട് അവരെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ. അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും. ദൈവം വളരെയധികം അഹങ്കാരത്തോടെ ആത്മാഭിമാനത്തോടെ നമ്മളെക്കുറിച്ച് പറയുന്നതാണ്. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനമായിരിക്കും, ഞാൻ അവരെ സ്വന്തമായി കരുതി അവരുടെ കൂടെ നടക്കും എന്നെല്ലാം പഴയ നിയമത്തിൽ എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് പറയുന്നുണ്ട്. നേഘ ജോർജ് എന്ന ഈ മകൾ അമ്മയോടൊപ്പം വന്ന് ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയ ഒരു ജീവിതഭാരം അവരിൽ നിന്ന് എടുത്തു മാറ്റിയതും, അതുപോലെ തന്നെ മകൾക്ക് CMA ഇൻ്റർമീഡിയറ്റ് ഗ്രൂപ്പ് 2 പാസ്സാകാൻ പരിശുദ്ധ അമ്മ ഇടപെട്ട് മാധ്യസ്ഥം നൽകി മകളെ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിച്ചതിൻ്റെ വലിയ സാക്ഷ്യമാണ്. മകൾ പറയുന്നു, ഞാൻ വളരെയധികം കലഹിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ ഇവിടെ വരാനോ ഇവിടെ പ്രാർത്ഥിക്കാനോ ഒന്നും എനിക്ക്, കാരണം ഞാനൊരു സോ കോൾഡ് ക്രിസ്ത്യനാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്, അങ്ങനെ ഞാനൊരു കാത്തലിക് ആയതുകൊണ്ട് എനിക്കതിൻ്റെ ഒന്നും ഒരു കുറവില്ല എന്ന് വളരെ അഡമൻ്റായിട്ടുള്ള ഒരു നേച്ചറുള്ള ഒരു മകളാണ്. വളരെയധികം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ മാത്രം പരിശുദ്ധ അമ്മ ഈ മകളെ സഹായിച്ചതിൻ്റെ സാക്ഷ്യമാണ്. നമുക്കറിയാം CMA എന്ന് പറയുന്നത് ഒരു വളരെ ടഫായിട്ടുള്ളൊരു കോഴ്സാണ്. ജസ്റ്റ് ലൈക്ക് CA ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് ഗ്രൂപ്പ് 2 പാസ്സാകുക എന്നുള്ളതും വളരെയധികം മക്കളാണ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക സബ്ജക്റ്റിൽ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളെക്കുറിച്ചെല്ലാം അവർ ഏറ്റു പറയുന്നുണ്ടായി. അമ്മ മാത്രമാണ്, ഈ പരിശുദ്ധ അമ്മ മാത്രമാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഈശോയ്ക്ക് കൈമാറിയ ഒരു നല്ല ജീവിതാനുഭവവും സാക്ഷ്യവും കൂടിയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് മകൾക്ക് ഏറ്റുപറയാൻ സാധ്യമാകുന്നത് തൻ്റെ അയോഗ്യതയെ ഏറ്റുപറഞ്ഞു. അതുപോലെ തന്നെ അമ്മ മറ്റുള്ളവരോട് ക്ഷമിക്കാനുണ്ടായിരുന്നു. ഒരു വലിയ അത്ഭുതമാണ്. അനുദപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും എന്ന് ഈശോ നമുക്ക് വലിയൊരു കൽപ്പന തന്നിട്ടുണ്ട്. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഒരു വലിയ കൽപ്പനയാണ്. സ്നേഹമെന്ന കൽപ്പന ഈശോ നൽകിയതിൻ്റെ അർത്ഥം തന്നെ നാം ഉടമ്പടി നന്നായി ചെയ്യുവാൻ വേണ്ടി കൂടിയാണ്. ഉടമ്പടി എന്നത് സ്നേഹമാണ്. സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് എന്ത് തന്നെ ചെയ്താലും സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചെങ്ങലയാണ്. എത്ര തന്നെ പ്രവൃത്തികൾ ചെയ്താലും എവിടെയെല്ലാം നാം പത്രങ്ങൾ ഓടിക്കൊണ്ടു കൊടുത്തുവാലും എൻ്റെ സംസാരത്തിലോ എൻ്റെ സ്വഭാവത്തിലോ സ്നേഹമില്ലെങ്കിൽ ഈശോയെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതിൽ സ്നേഹം ഒട്ടും ഉണ്ടാവുക തന്നെയില്ല. നേഘ ജോർജിൻ്റെ ഒരു വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.